ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ദ്വിദിന ഫിജി സന്ദർശനം തുടരുന്നു. ഇന്ത്യ ഫിജി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാർ ചർച്ച നടത്തി. ബിംസ്റ്റെക് ബിസിനസ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നടപടി സ്വീകരിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. ദുരിതാശ്വാസ ക്യാമ്പുകൾ അവസാനിക്കുന്ന മുറയ്ക്ക് വയനാട്ടിൽ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വയനാട്ടിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം നമ്മുടെ നാടിന്റെ സംസ്കാരവും ഒത്തൊരുമയും വിളിച്ചോതുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബംഗ്ലാദേശ് വിഷയത്തിൽ ന്യൂഡൽഹിയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു. അതിർത്തിയിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. ഫിജിയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഫിജിയൻ പ്രസിഡന്റ് രാത്തു വില്യം മായ് വലിലി കറ്റോണിവേറെ ഊഷ്മള വരവേൽപ്പ് നൽകി. ഇന്ത്യ ഫിജി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി രാഷ്ട്രപതി സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫിജിയൻ പ്രധാനമന്ത്രിയുമായും രാഷ്ട്രപതി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. നേരത്തെ ഫിജിയൻ പാർലമെന്റിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഫിജിയിലെ 100 കിടക്കകളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കും കൾച്ചറൽ സെന്റർ കോംപ്ലക്സിനുമുള്ള രേഖകൾ ഔപചാരികമായി കൈമാറുന്ന ചടങ്ങുകൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഫിജി പ്രധാനമന്ത്രി സിതിവേണി റബൂക്ക എന്നിവർ നേതൃത്വം നൽകി. ഫിജിയുടെ തലസ്ഥാന നഗരിയായ സുവയിൽ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്തു. ഇന്ത്യൻ വംശജർ സ്വന്തം സംസ്കാരവും മൂല്യങ്ങളും അതേപടി നിലനിർത്തുന്നതിൽ രാഷ്ട്രപതി സന്തോഷം പ്രകടിപ്പിച്ചു. ഹിന്ദി ഔദ്യോഗിക ഭാഷയാണെന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നതായും അവർ പറഞ്ഞു. ബിംസ്റ്റെക് ബിസിനസ് ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ത്രിദിന ബിസിനസ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ മുഖ്യപ്രഭാഷണം നടത്തും. ദക്ഷിണേഷ്യയിലെയും തെക്ക് കിഴക്കനേഷ്യയിലെയും 7 അംഗരാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രാദേശിക സംഘടനയാണ് ബിംസ്റ്റെക്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് ദക്ഷിണേഷ്യൻ, തെക്ക് കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹകരണമാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. വ്യാപാരം സുഗമമാക്കൽ, പ്രാദേശിക കണക്ടിവിറ്റി, ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക വളർച്ച, സുസ്ഥിര വികസനം തുടങ്ങിയ മേഖലകളിൽ അംഗരാജ്യങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇടതുപക്ഷ തീവ്രവാദത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണത്തിൽ 2004-14 കാലയളവിനെ അപേക്ഷിച്ച് 14-24 കാലയളവിൽ 53% കുറവുണ്ടായി. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നക്സൽ ബാധിത ജില്ലകളുടെ എണ്ണം 126-ൽ നിന്ന് 38 കുറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നടപടി സ്വീകരിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. ലഭ്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പട്ടിക ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തുവിടും. ഇത് പൊതുജനങ്ങളിലേക്ക് എത്തുന്ന മുറയ്ക്ക് വിട്ടുപോയിട്ടുള്ളവരെ കൂടി ഉൾപ്പെടുത്താനാകുമെന്നും ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും ശ്രീ കെ രാജൻ വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി എ കെ ശശീന്ദ്രനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ സർട്ടിഫിക്കറ്റുകളും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങുന്ന മുറയ്ക്ക് അത് വിതരണം ചെയ്യണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ക്യാമ്പ് നടത്തിയാണ് വിതരണം ചെയ്യേണ്ടതെന്നും വയനാട് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷം നടന്ന യോഗത്തിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ 8ാം ദിവസവും പുനരാരംഭിച്ചു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചും ഇന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. 8ാം ദിവസത്തെ തെരച്ചിലും രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. മുമ്പ് തിരച്ചിൽ നടത്തിയിരുന്ന 6 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത്. ഒപ്പം ചാലിയാറിന്റെ ഭാഗങ്ങളിലും തിരച്ചിൽ ഊർജിതമാണ്. ആളുകൾക്ക് നേരിട്ട് പോയി തിരച്ചിൽ നടത്താൻ കഴിയാത്ത സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗങ്ങളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തിരച്ചിൽ ആരംഭിച്ചു. സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് തിരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് സിഫർ ഡോഗിനെ ഉപയോഗിച്ച് പരിശോധിച്ച് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തിരച്ചിലായി എത്തുന്ന ആളുകൾക്ക് പാസ് മുഖേന മാത്രമാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇനിയും 180-ലധികം പേരെയാണ് കണ്ടെത്താനായുള്ളത്. വയനാട് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനായി കേരളീയ സമൂഹം പ്രകടിപ്പിച്ച ഒത്തൊരുമ മാതൃകാപരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. SAP, KAP 5th ബറ്റാലിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിനെ അഭിവാദ്യം ചെയ്ത ശേഷം സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ നാടിന്റെ ഉന്നതമായ സംസ്കാരം വെളിവാക്കുന്ന തരത്തിൽ എല്ലാത്തരം വ്യത്യാസങ്ങൾക്കും അതീതമായ രക്ഷാദൌത്യമാണ് വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സേവനമാണ് കേരള പോലീസിന്റേതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ 117 പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി നിർവഹിച്ചു.
രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ബംഗ്ലാദേശിൽ പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ. രാജിവെച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്നലെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലെത്തി. ശ്രീമതി ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തുടരുകയാണ്. അതിനിടെ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചതായി വിമാന കമ്പനികൾ അറിയിച്ചു. ബംഗ്ലാദേശ് വിഷയത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേർന്നു. യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിഷയം വിശദീകരിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രിയും BJP അധ്യക്ഷനുമായ JP നഡ്ഡ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, TMC നേതാവ് സുദീപ് ബന്ദോപാധ്യായ, NCP നേതാവ് സുപ്രിയ സുലെ, RJD നേതാവ് മിസ ഭാരതി, SP നേതാവ് രാംഗോപാൽ യാദവ്, DMKയുടെ TR ബാലു എന്നിവർ പങ്കെടുത്തു. വിഷയത്തിൽ രാഷ്ട്രീയ കക്ഷികൾ സർക്കാരിന് നൽകിയ പിന്തുണയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമായ തരംഗ് ശക്തി 2024 ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. തമിഴ്നാട്ടിലെ സുലാറിൽ ഇന്ന് ആരംഭിച്ച വ്യോമാഭ്യാസത്തിൽ 30 രാജ്യങ്ങൾ പങ്കെടുക്കും. 10 രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ അഭ്യാസത്തിൽ പങ്കുചേരും. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഹിരോഷിമ അണുബോംബ് സ്ഫോടനത്തിന്റെ 79ാം വാർഷികം. ജപ്പാനിലെ ഹോൺഷു ദ്വീപിലെ ഹിരോഷിമ നഗരത്തിലാണ് ലോകത്ത് ആദ്യമായി അമേരിക്ക അണുബോംബ് പ്രയോഗിച്ചത്. 1.5 ലക്ഷത്തിലേറെ പേരെയാണ് ബോംബ് കൊന്നൊടുക്കിയത്. അണുവികരണത്തിന്റെ ദുരന്തം പേറി ജപ്പാനിൽ നിന്നും നിരവധി പേർ ജീവിക്കുന്നു. ലോകയുദ്ധത്തിന്റെ കൈപ്പേറിയ ഓർമ്മയായി ഈ ദിനം ചരിത്രത്തിൽ ഇന്നും മായാതെ അവശേഷിക്കുന്നു. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന സംഭാവനകൾ, അനുബന്ധ വിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നുയരുന്ന അന്വേഷണങ്ങൾക്ക് മറുപടി നൽകുന്നതിന് ധനവകുപ്പിൽ താൽക്കാലിക പരാതി പരിഹാര സെൽ രൂപീകരിച്ച് സർക്കാർ ഉത്തരവിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. ക്വാളിഫിക്കേഷൻ ഗ്രൂപ്പ് ബിയിലാണ് നീരജ് മത്സരിക്കുന്നത്. ഗ്രൂപ്പ് എയിൽ ഇതേ ഇനത്തിൽ കിഷോർ കുമാറും മത്സരരംഗത്തുണ്ട്. വനിതകളുടെ 400 മീറ്റർ ഓട്ടത്തിൽ കിരൺ പാഹൽ 2ാം ഊഴത്തിനായി ഇറങ്ങും. ഇന്ന് ഹോക്കി, അത്ലറ്റിക്സ്, ടേബിൾ ടെന്നീസ്, ഗുസ്തി ഇനങ്ങളിൽ ഇന്ത്യൻ സംഘം കളത്തിലിറങ്ങും. ഇതുവരെ ഇന്ത്യയ്ക്ക് 3 മെഡലുകളാണ് ലഭിച്ചത്. 21 സ്വർണവും 18 വെള്ളിയും 14 വെങ്കലവുമാണ് ചൈന നേടിയത്. 20 സ്വർണവും 30 വെള്ളിയും 28 വെങ്കലവുമാണ് അമേരിക്ക സ്വന്തമാക്കിയത്. ഇടുക്കി പെട്ടിമുടി ദുരന്തത്തിന് ഇന്ന് 4 വയസ്സ്. 2020 ഓഗസ്റ്റ് 6-നാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ ഉരുൾപൊട്ടലുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 70 പേർ മരിച്ചതായാണ് കണക്ക്. 4 ലയങ്ങൾ തച്ചുടച്ച് മലവെള്ളം ആർത്തലച്ചെത്തി. 19 ദിവസത്തെ തിരച്ചിലിൽ കണ്ടെടുക്കാനായത് 66 മൃതദേഹങ്ങളാണ്. 4 പേർ ഇന്നും കാണാമറയത്ത്. പുത്തുമല ദുരന്തമുണ്ടായി 1 വർഷം തികയുമ്പോഴായിരുന്നു പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായത്. പെട്ടിമുടി ഡിവിഷനിലെ 4 ലയങ്ങളിൽ നിന്നുള്ള 22 കുടുംബങ്ങളിലായി 82 പേരാണ് അപകടത്തിൽപ്പെട്ടത്. 12 പേരെ രക്ഷപ്പെടുത്തി. ഉറക്കത്തിലായതിനാൽ ഭൂരിഭാഗം പേർക്കും രക്ഷപ്പെടാനായില്ല. വൈദ്യുതിയും മൊബൈൽ സിഗ്നലും ഇല്ലാതിരുന്നതിനാൽ പിറ്റേന്ന് പുലർച്ചെയാണ് ദുരന്തം പുറംലോകമറിഞ്ഞത്. ദുരന്തത്തെ അതിജീവിച്ചവരെ കുറ്റിയാർവാലിയിൽ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിച്ചു. മൃതദേഹങ്ങൾ സംസ്കരിച്ച കുഴിമാടങ്ങളിൽ നീറുന്ന ഓർമ്മകളുമായി അവരുടെ ഉറ്റവർ വാർഷിക ദിനങ്ങളിലെത്തും. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ സാക്ഷി വിസ്താരം അടുത്ത മാസം 9-ന് ആരംഭിക്കും. കേസിലെ 50 സാക്ഷികളെ 1ാം ഘട്ടത്തിൽ വിസ്തരിക്കും. വാളയാർ കേസ് എറണാകുളം CBI പ്രത്യേക കോടതിയിലേക്ക് മാറ്റാൻ ഹൈക്കോടതി അനുവാദം നൽകി. നിലവിൽ എറണാകുളം പോക്സോ കോടതിയിലാണ് കേസ് നടക്കുന്നത്. വടകര എടച്ചേരിയിൽ സ്കൂൾ വാഹനവും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 8 വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും പരിക്ക്. ഓർക്കാട്ടേരി MM ഓർഫനേജ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇന്ന് രാവിലെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ വടകരയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ തുന്നലിനുള്ളിൽ കയ്യുറ കണ്ടെത്തി. ജില്ലയിലെ ജനറൽ ആശുപത്രിയിലാണ് ഗുരുതരമായ ചികിത്സാ പിഴവ് കണ്ടെത്തിയത്. നെടുമങ്ങാട് സ്വദേശി ഷിനുവിന്റെ ശരീരത്തിലെ മുറിവിലാണ് കയ്യുറ മറന്നുവെച്ചത്. സംഭവത്തിൽ പോലീസിനും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് ഷിനുവും കുടുംബവും പറഞ്ഞു. പത്തനംതിട്ട പന്തളം കൂരമ്പാല തോട്ടുകര പാലത്തിന് സമീപം 2 പേർ ഷോക്കേറ്റ് മരിച്ചു. കൂരമ്പാല സ്വദേശികളായ ചന്ദ്രശേഖരൻ പിള്ള, ഗോപാലപിള്ള എന്നിവരാണ് മരിച്ചത്. പന്നി കയറാതിരിക്കാൻ കൃഷിസ്ഥലത്ത് കെട്ടിയ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ദ്വിദിന ഫിജി സന്ദർശനം തുടരുന്നു. ഇന്ത്യ ഫിജി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാർ ചർച്ച നടത്തി. ബിംസ്റ്റെക് ബിസിനസ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നടപടി സ്വീകരിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. ദുരിതാശ്വാസ ക്യാമ്പുകൾ അവസാനിക്കുന്ന മുറയ്ക്ക് വയനാട്ടിൽ ക്ലാസുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വയനാട്ടിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം നമ്മുടെ നാടിന്റെ സംസ്കാരവും ഒത്തൊരുമയും വിളിച്ചോതുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബംഗ്ലാദേശ് വിഷയത്തിൽ ന്യൂഡൽഹിയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു. അതിർത്തിയിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.